വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് അമ്മ അച്ഛനെ ഒന്നിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുന്തോ നടന്നില്ല. ആകെ നടന്നത് നമ്മൾ വന്നാലേ പോവെന്ന് പറഞ്ഞ അമ്മ ഇപ്പൊ എപ്പോ വേണമെങ്കിലും പോവാന്നായി. നമ്മളറിയാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട്. അമ്മ എന്നോട് ചോദിക്കാണ്, നിനക്ക് കുറച്ചാലും കൂടി എന്നെ ജീവനോട് കാണണ്ടേന്ന്. ആ ശരിയാ, അതുകൊണ്ടായിരിക്കും കിഷോറങ്ങൾ അമ്മേനോടൊന്നും സത്യം പറയാത്തത്. ഇനിയിപ്പോ ഇതിനെ പറ്റിയൊന്നും പറയണ്ട, നമ്മൾ ആ വിഷയം വിട്ടാണല്ലോ. ഞാൻ അമ്മ പോകുന്നു പറഞ്ഞപ്പോഴേക്കേ വിട്ടു. ചേച്ചി എന്താ ആലോചിക്കുന്നത്? എനിക്ക് അങ്ങനെ തോറ്റു പിന്മാറാനൊരു മടി. സത്യം നമുക്കറിയാം, അച്ഛനും അറിയാം. പക്ഷേ അത് അമ്മയെ അറിയിക്കാൻ പറ്റുന്നില്ലല്ലോ. നീ അതും പറഞ്ഞിട്ട് അമ്മേന്റെ അടുത്തേക്ക് ചെല്ലാനേ പറ്റില്ല. നമ്മൾ ഈ വിഷയം അമ്മയോട് പറയുന്നില്ല. വേറൊരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്താലോ? വേറെന്താ രീതി? അതിന് നമ്മള് ഒരാളെ സഹായിക്കേണ്ടി വരും. ചേച്ചി ഒന്ന് തെളിച്ചു പറഞ്ഞേ. ഞാൻ എല്ലാം പറഞ്ഞുതരാം, വാ. ആടാ, ഫോട്ടോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അടിച്ചു വിളിക്ക്. ഇല്ല, ഞാൻ വിചാരിച്ച പരിപാടിയൊന്നും നടന്നൊന്നുമില്ല. ഇല്ല, ഞാൻ ജോലിക്ക് പോയി തുടങ്ങാൻ പോവാ. മമ്മയുടെ അടുത്ത് ഇനിയൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ശരിടാ. ബൈ ബൈ. ഓക്കെ ബൈ. എന്താണ് മൂന്നുപേരും കൂടി? ചേട്ടന് വല്ല ഹെൽപ്പ് വേണോ? എന്ത് ഹെൽപ്പ്? അല്ല, എല്ലാ ദിവസവും നമ്മളോട് ചോദിക്കാറില്ലേ ഹെൽപ്പ് ചെയ്യോന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ റെഡിയാണ് ഹെൽപ്പ് ചെയ്യാൻ. നിങ്ങൾ ത്രിവേണിയുടെ കാര്യമാണോ പറയുന്നത്? അതന്നെ, കുഞ്ഞമ്മയുടെ കാര്യം തന്നെ. ഇതിനു മുമ്പ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു പോയതല്ലേ മൂന്നുപേരും? എന്നിട്ട് അതൊന്നും കണ്ടില്ലല്ലോ. ഹെൽപ്പ് ചെയ്യാൻ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ ഉണ്ടായോ? ഇപ്പൊ ഒരു സാഹചര്യം ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഐഡിയ ഉണ്ട്. ഐഡിയ? എന്ത് ഐഡിയ? ചേട്ടാ ഫ്രീ ആണോ? ഞാൻ ഫ്രീയാ. എനിക്ക് പിന്നെ എന്താ പരിപാടി? നിങ്ങൾ ഐഡിയ പറ കേക്കട്ടെ. ചേട്ടൻ അറിഞ്ഞൂടെ ഞങ്ങളുടെ അമ്മയുടെ അച്ഛന്റെ വഴക്ക്? അറിയാം. അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച അമ്മ ഇവിടുന്ന് പോകുന്നാ പറഞ്ഞേക്കുന്നത്. അതും അറിയാം. ഞങ്ങൾക്കിനി അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചേട്ടൻ ചെയ്യാൻ പറ്റും. എനിക്കോ? ഞാനെന്ത് ചെയ്യാനാ? ത്രിവേണി കുഞ്ഞമ്മ വഴി. ത്രിവേണി കുഞ്ഞമ്മ വഴിയോ? മനസ്സിലായില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം ചേട്ടൻ അറിയാലോ. അമ്മ സത്യം അറിഞ്ഞ എല്ലാ പ്രശ്നവും തീരും. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അച്ഛനമ്മ ഒന്നിക്കുന്ന കാര്യല്ലേ? അതിൽ ത്രിവേണി എവിടെ? ഒന്ന് ക്ഷമയോട് കേക്ക്, ചുമ്മാ തോക്കി കയറി വെടിവെക്കാതെ. പറയ് കേക്കട്ടെ. ഇനി കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങള് പോയിക്കോളാം. പോവല്ലേ? ഞാൻ കേട്ടോളാം, പറയ്. ചേട്ടാ, അച്ഛൻ നിരപരാധിയാണെന്ന് ത്രിവേണി കുഞ്ഞമ്മയ്ക്ക് ബോധ്യപ്പെടണം. അത് ചേട്ടൻ വിചാരിച്ച് നടക്കും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പക്ഷെ ആ പ്രശ്നം കൊണ്ടാണ് ഈ ഐഡിയ വർക്കൗട്ട് ആവുന്നത് ഞാൻ പറയുന്നത്. ഐഡിയ പറയ്, ഞാൻ കേക്കട്ടെ. ചേട്ടന്റെ അമ്മയാണ് വാണിയമ്മയുടെ ജോലി കളഞ്ഞത്. സ്വന്തം അമ്മയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന മകൻ. അതുവഴി സ്വന്തം ചേച്ചിയുടെ കുടുംബജീവിതം തിരിച്ചു കിട്ടുന്നു. അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരുന്നു. അത് കാരണം ത്രിവേണി കുഞ്ഞമ്മയ്ക്ക് ചേട്ടനോടൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നു. അതുവഴി നമ്മൾ പിടിച്ചു കയറും. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇതിനു വേണ്ടി ഞാൻ എന്റെ മമ്മീനെ ഒറ്റ കൊടുക്കണ്ടേ? അത് വേണം, നാളെ അത് വർക്കൗട്ട് ആവുള്ളൂ. എന്നാലും സ്വന്തം അമ്മേനെ ഒറ്റ കൊടുക്കാന്നൊക്കെ പറഞ്ഞ അത് മോശല്ലേ? എന്തു മോശം? ഒരു മോശം ഇല്ല. ഇനി ചേട്ടൻ തീരുമാനിക്കും, കുഞ്ഞമ്മ വേണോ മായമ്മ വേണോന്ന്. ചേട്ടൻ ആലോചിക്ക്. ഇത് വർക്കൗട്ടായ ഞങ്ങളുടെ കാര്യം നടക്കും, ചേട്ടന്റെ കാര്യം നടക്കും. അതുകൊണ്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി.
വാ. അർജുനേട്ടന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നില്ല അർജുനേട്ടൻ സമ്മതിക്കുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നത്. ഞാൻ പോലും എന്റെ അമ്മയെ ചതിക്കാൻ കൂട്ടുകൂല. പിന്നെങ്ങനെയാ അർജുൻ ചേട്ടൻ അത് ചെയ്യുന്നത്? എന്താ മക്കളെ, എന്ത് പറ്റി? ഭയങ്കര ചർച്ചയിലാണല്ലോ. ഒന്നുമില്ല അമ്മ, ഞങ്ങൾ വെറുതെ സംസാരിച്ചിരുന്നതാ. നിങ്ങൾക്ക് എന്നെ സംശയമാണെന്നും നിങ്ങൾ എന്തൊക്കെയോ കിഷോറങ്ങളുടെ ഒക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞത് ഞാൻ അറിഞ്ഞു കേട്ടോ. ഒന്നുമില്ല മായമ്മ. സത്യം ഒന്നുമില്ല. മായമ്മ ഇവിടെ വന്നപ്പോ എങ്ങനെയായിരുന്നെന്നും മായമ്മയുടെ സ്വഭാവം എന്താന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ. അതൊക്കെ മാറ്റിയെടുത്താരാ? നിങ്ങളും നിങ്ങളുടെ മാണിയമ്മയും അല്ലേ? നോക്ക്, നിങ്ങൾക്കാർക്കും ദോഷം വരുന്ന ഒരു കാര്യം മായമ്മ ചെയ്യത്തുമില്ല, ഇനി പറയത്തുമില്ല. നിങ്ങൾ ഓരോരോ കാര്യത്തിൽ ഇടപെട്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാക്കരുത്. നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങൾക്ക് എന്തൊക്കെ ജോലിയാണുള്ളത് ഇവിടെ? കളിക്കാം, പഠിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, എൻജോയ് ചെയ്യാം. അതല്ലേ നല്ലത്. പിന്നെ മുതൽ വലിയ ആൾക്കാരുടെ ഒരു കാര്യത്തിൽ നിങ്ങൾ മക്കൾ ഇടപെടരുത്. ഉറപ്പാണല്ലോ? നിങ്ങളുടെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ നിങ്ങൾക്ക് ആരാ ഉള്ളത്? പിന്നെ വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? അതിലും നല്ലത് ഇപ്പൊ എന്താ നമ്മളെല്ലാം ഒരുമിച്ച് പോകുന്ന പോലെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് പോകാം. അതല്ലേ നല്ലത്? അല്ല മായമ്മ, അപ്പൊ ഇല്ല മായമ്മ, ഞങ്ങളിതൊന്നും ചെയ്യില്ല. മായമ്മ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാ ശരി, ഇനി ഈ വീട്ടിൽ പുതിയൊരു പ്രശ്നം വേണ്ട. അതല്ല നിങ്ങൾക്ക് എന്റെ പഴയ സ്വഭാവമാണ് ഇഷ്ടമെങ്കിൽ പിന്നെ മായമ്മ ഒന്നും പറയില്ല. വേണ്ട മായമ്മ, ഇനി ഒരു പ്രശ്നവും ഇല്ല. ഉറപ്പാണല്ലോ? ആ, ഉറപ്പാണല്ലോ? ശരി, എന്നാ ഇനി മായമ്മ പോയിക്കോട്ടെ. ശരിക്കും മായമ്മ പാവമായിരുന്നല്ലേ. എന്ത് നന്നായിട്ടാ നമ്മളോട് സംസാരിച്ചിട്ട് പോയേ. നീ കൂടി എടി, നമ്മളെ സൈലന്റ് ആയിട്ട് വരട്ടിയതാ മായമ്മ. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ ദൈവമേ. ഓ, അതുകൊണ്ടാണല്ലേ ഞാൻ മായമ്മയോട് കാര്യം പറയാൻ പോയപ്പോ ചേച്ചി എന്നെ ബ്ലോക്ക് ചെയ്ത്. പിന്നല്ലാതെ. ഇനി നമ്മൾ പറഞ്ഞ കാര്യം അർജുനേട്ട മായമ്മയോട് പറഞ്ഞു കാണുമെങ്കിലോ? അതറിയില്ല. എനിക്ക് തോന്നുന്നത് മായമ്മ പറഞ്ഞ പോലെ നമുക്കെല്ലാം നിർത്തിയാലോ. ചേച്ചി പറഞ്ഞ ലാസ്റ്റ് ഐഡിയയും അർജുനേട്ടനൊന്നും വർക്കൗട്ട് ആയില്ലല്ലോ. ഇനി നമ്മളായിട്ട് ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. കുറച്ച് നേരെയല്ലോ ഇവിടെ വിളിച്ചിരുത്തിയിട്ട്. എന്താണ് കാര്യം? ഒന്ന് വാ തുറന്ന് പറ. പപ്പ, ഞാൻ വേറെ കൺഫ്യൂഷനില്ല. ഒരു കൺഫ്യൂഷനും വേണ്ട. 2 ദിവസം കഴിഞ്ഞാൽ നീ ഹോസ്പിറ്റലിലേക്ക് പോണു, അത് ഉറപ്പ്. അതൊന്നല്ല. പിന്നെന്ത്? പറ. ഒരാളെന്ന് വെച്ചാ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ. റിലേറ്റീവോ? ആ, അങ്ങനെ വെച്ചോ. ഓ, ആ ഒരാളൊരു തെറ്റ് ചെയ്തു. തെറ്റെന്ന് വെച്ചാ വലിയൊരു തെറ്റ്. വലിയ തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ആ, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ ആ തെറ്റ് കാരണം വീട്ടിലും നാട്ടിലും ഭയങ്കര പ്രശ്നം. ആ തെറ്റിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്ത് കഥ എഴുതാൻ പോണ? ആ, അങ്ങനെ കൂട്ടിക്കോ. അത് ശരി. അപ്പൊ നീ ആശുപത്രി പോണില്ലേ? കഥ എഴുതാൻ പോണ? ഓ, കാര്യം പറ പപ്പ, തമാശാക്കല്ലേ. അല്ല, ഇതിപ്പോ ഒരു സിനിമയോ സീരിയലോ മറ്റാണെങ്കിൽ ഒരു ഹീറോ എന്തായാലും ശരി. ജീവിതത്തിൽ അങ്ങനെ ഒന്നും നടക്കില്ലടേ. ആർക്കും അതിന് മെനക്കെടാൻ വയ്യ. അതൊക്കെ പോട്ടെ, ഇതിപ്പോ നിനക്ക് എന്തിനാണ്? എനിക്ക് ഒരു പിടിയും കിട്ടണില്ലല്ലോ. ഒന്നുമില്ല പപ്പ, ഞാൻ വെറുതെ ഇരുന്നിപ്പോ ആലോചിച്ചൊരു സിറ്റുവേഷനാണ്. അപ്പോ
സിനിമയിലൊക്കെ ആണെങ്കിൽ ഹീറോ ഉണ്ടാവും, ആ ജീവിതത്തിലാണെങ്കിൽ ഹീറോ ഉണ്ടാവില്ല. ജീവിതത്തിലാണെങ്കിൽ ചെയ്യാം, പക്ഷെ ആരും മെനക്കെടും. വെറുതെ പ്രശ്നങ്ങളൊന്നും വേണ്ട പറഞ്ഞിട്ട് ഒഴിവാക്കും. ഉയ് എന്ത് എന്ത് ചിന്തിക്കണ്? ഞാൻ എന്താ ചിന്തിക്കണെന്ന്? അതൊന്നുമില്ല. ആ കഥ എഴുത്തൊക്കെ കൊള്ളാം. 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പൊക്കണം. അതൊക്കെ ഞാൻ പൊക്കോളാം. ആ ആ എന്നാ പിന്നെ ഒരു ഹീറോ ആവാല്ലേ? പക്ഷെ സ്വന്തം മമ്മീനെയാണ് ഒറ്റ കൊടുക്കുന്നത്. അത് കുഴപ്പമില്ല, മമ്മി തെറ്റിയതുകൊണ്ടല്ലേ. ത്രിവേണിയോ മമ്മിയോ? മമ്മിയോ ത്രിവേണിയോ? ത്രിവേണി. ഇത് ഫിക്സ്. ത്രിവേണി. ത്രിവേണി തന്നെ മതി, ഒരു മാറ്റമില്ല. എന്താ അർജുൻ, നീ എന്താ കണ്ണടച്ചോണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നേ? ഇല്ല, ഒന്നുമില്ല മമ്മി. ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോ. ചുമ്മാ ഇരുന്നപ്പോ? വെറുതെ. അർജുൻ മോൻ ഓക്കെ അല്ലേ? ഞാൻ നോക്കിയ മമ്മി. മമ്മി സോറി. സോറിയോ? എന്തിന്? ഞാൻ മമ്മിയോട് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടൊരു സോറി. അതുകൊണ്ട് എന്തിനു സോറി? അല്ല, ഇനി ഭാവിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ, അതിന് അഡ്വാൻസ് ആയിട്ട് സോറി ഇരിക്കട്ടെ. അർജുൻ നീ ഓക്കെ അല്ലേ? ആ മമ്മി, ഞാൻ ഓക്കെയാ. പിന്നെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഒന്നുമില്ല മമ്മി. എന്നാ ഞാൻ പോട്ടെ മമ്മി. അർജുൻ. മമ്മി സോറി കേട്ടോ. ഇവനെന്താ പറ്റിയേ? ഇനിയിപ്പൊ മായമ്മ പറഞ്ഞ പോലെ കളിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാ നമ്മളെ ഹെൽത്തിന് നല്ലത്. 3 പേരുണ്ടല്ലോ, അതെന്തായാലും നന്നായി. നിങ്ങൾ 3 പേരോടും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ 3 പേരും എന്നോട് ചോദിച്ചില്ലേ ത്രിവേണിക്ക് വേണ്ടി സ്വന്തം മമ്മിയെ, അതായത് എൻ്റെ സ്വന്തം മമ്മിയെ ചതിക്കാൻ പറ്റുമെന്ന്? അതേ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ ചതിക്കോ? ദൈവം ചതിക്കോ? ഇല്ല ഏട്ടാ. മാള് ചതിക്കോ? ഞാൻ എൻ്റെ അമ്മ ചതിക്കില്ല. അപ്പൊ അഭി ചതിക്കോ? എന്താ ചോദ്യ ചേട്ടത്? ഞാൻ ചതിക്കത്തൊന്നുമില്ല. അപ്പോ നിങ്ങൾക്ക് 3 പേർക്കും നിങ്ങളുടെ അമ്മേനെ ചതിക്കാൻ പറ്റൂല? ഇല്ല. അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഞാൻ എൻ്റെ മമ്മീനെ ചതിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാ നിങ്ങൾക്ക് തെറ്റി. ഞാൻ ചതിക്കും. ഏട്ടൻ ചതിക്കോ? ആ, ഞാൻ ചതിക്കും. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചു. ഒരു ചെറുപ്പക്കാരനായ ഞാൻ നാട് നന്നാവണം, നാട് വികസിക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഞാൻ തന്നെ സ്വന്തം മമ്മി ചെയ്യുന്നൊരു അനീതി നോക്കിയിരുന്ന എങ്ങനെ ഈ നാട് നന്നാവും? അതുകൊണ്ട് എൻ്റെ മമ്മി ചെയ്ത തെറ്റ് പുറത്തു കൊണ്ടുവരാൻ ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കാം. അപ്പൊ നാട് നന്നാവാനാണോ ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത്? ത്രിവേണി കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയല്ലേ? ആ, നാട് നന്നായിക്കോളും. പക്ഷെ ഇത് ത്രിവേണി കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു. പക്ഷെ ചേട്ടാ, ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ടെന്ന് ആരും അറിയരുത്. ആ, അത് കൊള്ളാലോ. അപ്പൊ പെടുമ്പോ ഞാൻ പെട്ടോട്ടെ ഒന്നല്ലേ? അതുകൊണ്ടല്ല, പിന്നെ ഞങ്ങൾക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടി.
ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ചേട്ടൻ എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട. എന്നല്ലേ കുഞ്ഞമ്മയ്ക്ക് ഒരു ഇമ്പ്രസ് തോന്നൂ. ഇത് ഞങ്ങളുടെ ഐഡിയ എന്ന് പറഞ്ഞാ പിന്നെ കുഞ്ഞമ്മയ്ക്ക് ചേട്ടനോട് എങ്ങനെ ഇമ്പ്രഷൻ തോന്നും? ആ അതും ശരിയാ. പക്ഷെ ആദ്യം നമ്മൾ എവിടെ തുടങ്ങും? ഞാനും ത്രിവേണി അത്ര നല്ല ടൈംസിലല്ല. അതെന്താ? ഞാനിപ്പോ അവളുടെ മുമ്പിലൊന്നും പോകാറൊന്നുമില്ല. അവളെന്നെ എപ്പോ കണ്ടാലും സഹോദരാന്ന് വിളിക്കുക. സഹോദരനാ? ആ. അതെന്താ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടി താനാണ്. ഏറ്റവും ബോൾഡും അതേപോലെ തൻ്റെയോടുള്ള ഒരു പെൺകുട്ടിയും താൻ തന്നെയാണ്. തനിക്കിത് തന്റെ അമ്മയോട് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ എന്റെ പുറകെ ഇത്രയും നാൾ നടന്നല്ലേ. തന്റെ കാര്യം പരിഗണിക്കണമെങ്കിലേ തനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണം. എന്താടാ? അല്ല ഇപ്പൊ നീ ഇങ്ങോട്ട് വിളിച്ചില്ലേ? അല്ല, മമ്മിയോട് ഒറ്റയ്ക്ക് നിൽക്കണോണ്ടിപ്പോ ഞാൻ ജസ്റ്റ് ചുമ്മാ വിളിച്ചതാ. ആ ഒരു ചെറിയ അബദ്ധം പറ്റിയതാ. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടില്ലേ? ആദ്യം ഞങ്ങൾക്ക് കുഞ്ഞമ്മയ്ക്ക് ചേട്ടനുള്ള മതിപ്പൊന്നറിയണം, എന്നിട്ട് പ്ലാൻ ചെയ്യാം. ആ അത് മതി. നിക്ക് കുഞ്ഞമ്മ കിച്ചണിലുണ്ട്. ഞാൻ ആദ്യം പോയി ക്യാഷിലായിട്ട് സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി. ഇല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത് വരുവാന്ന് കുഞ്ഞമ്മയ്ക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ. അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ കുഞ്ഞമ്മ, അയ്യോ അയ്യോ. കഴിഞ്ഞ എന്താടി ഇത്ര ചിരിക്കാൻ? എന്റെ കുഞ്ഞമ്മ അർജുനേട്ടൻ പറഞ്ഞ കോമഡിക്ക് ചിരിച്ചതാ എന്റെ പൊന്നു. അയ്യോ. ഓ അതായിരുന്നോ? അല്ല കുഞ്ഞമ്മയ്ക്ക് കേക്കണ്ട അർജുനേട്ടന്റെ കോമഡി? എനിക്കൊന്നും കേക്കണ്ട. നിന്റെ അർജുൻ ചേട്ടന്റെ കോമഡിയെ ഞാൻ ഒരെണ്ണം നേരിട്ട് കണ്ടതാ. അർജുനേട്ടനെ അമ്മയുടെ മുമ്പിൽ കാണിച്ച മാസം ഓർമ്മയുണ്ടാ? അത് കണ്ട് ഞാൻ കൊറേ ചിരിച്ചതാ. ഇനി നീ ഒറ്റയ്ക്ക് ചിരിക്കും കേട്ടാ. അർജുനേട്ടന്റെ ആ മസിലും പിടിച്ച് നടത്തം കണ്ടാ പറയില്ല അർജുനേട്ടൻ ഇത്രയും നല്ല കോമഡി അറിയുന്നു. ഞാനും വിചാരിച്ചില്ല. കുഞ്ഞമ്മയ്ക്ക് കേൾക്കണോ? ആ അർജുന്റെ തമാശയാണോ? ആ. മക്കളൊരു കാര്യം ചെയ്യ്. ഈ അർജുനേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ തമാശ പറയല്ലേ, അതെല്ലാം കൂടി ഒരു പേപ്പറിൽ എഴുത്. നമുക്ക് പബ്ലിഷ് ചെയ്യാം. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ചിരിക്കുകയും ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ വീടിന്റെ അകത്ത് മാത്രം ഒതുങ്ങിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ, നാട്ടുകാരും കൂടെ അറിയട്ടേന്നേ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കുഞ്ഞമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ കളിയാക്കിയതാണോ? നിങ്ങളോട് ഈ തമാശയൊക്കെ പറഞ്ഞിട്ട് ആ തമാശേട്ടൻ എവിടെ പോയി? മോളിലുണ്ട്. നിങ്ങളുടെ തമാശേട്ടന്റെ തമാശയൊക്കെ ഇപ്പൊ തീർത്തൊടുക്കാം. അല്ല കുഞ്ഞമ്മ, അർജുനേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങളോട് വന്നത് അല്ലേ? അതെനിക്ക് മനസ്സിലായി. മാറിക്ക് പിള്ളേരെ. ഞാൻ ആദ്യം പോയേ നിങ്ങളുടെ തമാശേട്ടനൊന്ന് കാണട്ടെ, എന്നിട്ട് നിങ്ങളെ ഡീൽ ചെയ്യാം കേട്ടാ. പണിവാളി. എന്ത് നോക്കിക്കണ്? വാ നമുക്ക് അർജുനേട്ടന് പോയി ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ പോണ്ട, നമുക്ക് കുറച്ചേമ്മ പോവാം, അതാ സേഫ്. എല്ലാ വ്രണത്തിലും ഇതൊക്കെ നടക്കുന്നതല്ലേ. ആദ്യം കുറച്ച് റെസ്റ്റേർച്ചൊക്കെ ഉണ്ടാവും, പിന്നെ അത് ശരിയായിക്കോളും. പക്ഷെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ എനിക്ക് ചെറിയ കോൺഫിഡൻസ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അല്ല, താനിപ്പോ എന്റെ പുറകെ നടക്കൽ നിർത്തിയിട്ട് കുട്ടികളെ അടുത്ത് തമാശ പറഞ്ഞു വിടുന്ന പണി തുടങ്ങിയ? തമാശ? എന്ത് തമാശ? നട്ടലിന്റെ സ്ഥാനത്തെ വാഴപ്പിണ്ടി വെച്ചോണ്ട് നടക്കുന്ന തന്നോട് എനിക്കൊന്നും പറയാനില്ല. അതെ, എനിക്ക് എന്റെ ചേച്ചിയുടെ കൂടെ ഇവിടെ നിൽക്കണം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ചേച്ചി പറഞ്ഞേക്കണേ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം പ്ലീസ്. പിള്ളേരെ,
ഈ ചേട്ടൻ പല തമാശയും പറയും. അത് കേട്ട് നിങ്ങൾ ചിരിച്ചോളണം. എന്റെ അടുത്തേക്ക് വരരുത്. മനസ്സിലായാ? ത്രിവേണി, പിള്ളേരെ, ഞാൻ നിങ്ങളോട് ഇവളോട് പോയി പറ എന്ന് പറഞ്ഞ് എന്തെങ്കിലും തമാശ പറഞ്ഞു കേട്ടോ? പറ, ഞാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ ഇവിടെ എന്ത് തേങ്ങ ഇവിടെ കിടന്ന് തൊള്ളോർക്കുന്നേ? ഡോ, താൻ കൂടുതൽ ഷോ കാണിക്കല്ലേ? താൻ പറഞ്ഞു വിട്ടില്ലേ? പിന്നെ എന്തിനാ പിള്ളേരെ ഇവൻ പറഞ്ഞ തമാശ എന്റെ അടുത്ത് പറയാൻ വന്നേ? എന്റെ പൊന്നു കുഞ്ഞമ്മ, അർജുനേട്ടൻ എന്നോടൊരു തമാശ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞമ്മയെ കണ്ടപ്പോ കുഞ്ഞമ്മയോട് പറയാൻ വേണ്ടി വന്നു. അല്ലാതെ കുഞ്ഞമ്മയോട് പോയി പറ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു കാര്യം ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞോ? ഇല്ല. അർജുനേട്ടൻ പറഞ്ഞ തമാശ ഞാൻ മാളു ചേച്ചിയോടാ പറയാനിരുന്നത്. ഈ കുഞ്ഞമ്മ എന്തിനാ ചൂടാവുന്ന പോലെ എനിക്കറിയില്ല. ഇതേ കേട്ടല്ലോ. പിന്നെ നീ എന്തിനാടി ഇവിടെ കിടന്ന് ഇത്ര അഭ്യാസം കാണിച്ചേ? പ്ലാൻ കൊളാവോ ഏട്ടാ? ഒന്നും കൊളാവാൻ പോണില്ല. വെറുതെ എന്നോട് ചൂടായാലൊന്നോർത്ത് ഒരു കുറ്റബോധം വരും. പിന്നെ ഒരു സോറി പറയാൻ എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഒരു കുറ്റബോധം വന്നില്ലെങ്കിലോ? കുറ്റബോധം വരുത്തണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ആ, അത് ഞങ്ങൾ ഏറ്റു. ആ, അത്രേ ഉള്ളൂ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? വൃത്തി കയറൂരൊന്ന് പറഞ്ഞു. എന്താടി? ഒന്നുമില്ല ചേച്ചി. പിന്നെന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. സത്യം വരടി, വല്ല പ്രശ്നം ഉണ്ടാക്കി വെച്ച നീ? ഇല്ല ചേച്ചി. ഷേ, വളരെ മോശമായി കുഞ്ഞമ്മ. വളരെ വളരെ മോശം. എന്താടി, എന്തു മോശം നീ പറയുന്നത്? എന്താ കാര്യം? ഒന്നുമില്ല ചേച്ചി. ഇവര് താഴെ കളിച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാ. അതാണോടി കാര്യം? അതാണോ? ആ, അതന്നെ. സത്യം പറഞ്ഞോണം. എന്താ കാര്യം? എന്താണ് കാര്യം? കുഞ്ഞമ്മ അർജുനേട്ടന്റെ കൂടെ വഴക്കിട്ട്. ഒന്നുമില്ല ചേച്ചി, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇതാണോ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്? വായിത്തതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. ഒരു സോറി പോലും പറഞ്ഞില്ല. കഷ്ടം. നിന്നോട് ഞാൻ പറഞ്ഞതാ, അടങ്ങി ഒതുങ്ങിയാണെ മാത്രം ഇവിടെ നിന്നാ മതിയെന്ന്. എന്നിട്ടോ? ചേച്ചി ഒരു പ്രശ്നമില്ല. ഒന്നും പറയണ്ട, വേഗം പാക്ക് ചെയ്ത് വിട്ടോ. ഇവിടെ നിക്കണ്ട. ഞാൻ പോയ പിന്നെ ചേച്ചിക്ക് ആരും ഉണ്ടാവില്ല. എന്റെ കാര്യം നോക്കാനേ ആരും വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളൂ. ഇറങ്ങടി, വേഗം പാക്ക് ചെയ്യ്. എന്തുവാ നോക്കി നിൽക്കുന്നത്? അല്ലമ്മ, അത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ കുഞ്ഞമ്മ ചെയ്തത്. ഒരു സോറി പറഞ്ഞാ മതി. അർജുനേട്ടന് ചെറുതായിട്ടൊന്ന് വിഷമായി, അത്രേ ഉള്ളൂ. പിന്നെ സോറി ഞാനെങ്ങും പറയൂല. എന്താടി നിനക്ക് സോറി പറഞ്ഞാല്? അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? നീ ഇവിടെ നിക്കണ്ട, നീ പൊക്കോ. പിന്നെ നിന്റെ ഏതോ ഒരു കൂട്ടുകാരുടെ കല്യാണം ഇല്ലേ, അതിന് നീ പോണ്ട. അത് ഞാൻ അമ്മയോട് വിളിച്ചു പറയാം. നീ എന്തൊക്കെ കാണിക്കുന്നു പറയാൻ പറ്റില്ല, നീ പോവണ്ട. ഒരു സോറി പറഞ്ഞ പ്രശ്നം തീരുവോ? ആ, തീരും. ആ, എന്നാ പറയാം. സോറി പറഞ്ഞിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി നിക്കാമെങ്കിൽ നിനക്ക് ഇവിടെ നിക്കാം, അല്ലെ ഇപ്പൊ ഇറങ്ങിക്കോണം. ആ, നിക്കാം. എന്നാ പോയി പറ, എന്തോ നോക്കി നിൽക്കുന്നത്? ഓടി.